ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ ഊർജ്ജസ്വലവും ലക്ഷ്യബോധമുള്ളതുമാക്കാൻ സഹായിക്കുന്ന ജിം റോണിന്റെ 10 ശക്തമായ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് വെറുതെ കേട്ടുപോകാനുള്ള കുറച്ചു വാക്കുകളല്ല, മറിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന പ്രായോഗികമായ ചില തത്വങ്ങളാണ്. അപ്പോ നമുക്ക് ഈയൊരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങളാണോ, അതോ നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളാണോ? ഈയൊരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ ഒരു പിരമിഡ് പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് അടിത്തറ, അതാണ് പൂർണ്ണമായ ഉടമസ്ഥാവകാശം. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതിലൂടെയാണ് ആ അടിത്തറ ഉറപ്പിക്കുന്നത്. ആദ്യത്തെ പ്രഖ്യാപനം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല, സമ്മതിച്ചു. പക്ഷെ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. ഒരു സംഭവത്തിനും നമ്മുടെ പ്രതികരണത്തിനുമിടയിൽ ഒരു ചെറിയ നിമിഷമുണ്ട്. ആ നിമിഷത്തിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തിയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഒഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ രണ്ട് മനോഭാവങ്ങളും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടല്ലേ? ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന രണ്ടാമത്തെ പ്രഖ്യാപനം നിങ്ങളെ വെറുമൊരു യാത്രക്കാരന്റെ സ്ഥാനത്ത് നിന്ന് ജീവിതമെന്ന വാഹനത്തിന്റെ ഡ്രൈവറാക്കി മാറ്റുന്നു. അതോടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആ ശീലം അങ്ങ് അവസാനിക്കും. ശരി, അപ്പോ അടിത്തറ റെഡി. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ആ പിരമിഡിന്റെ ചുവരുകൾ പണിയണ്ടേ? അതാണ് വളർച്ചയുടെ എഞ്ചിൻ. ഈയൊരു വാചകം നോക്കൂ, എന്ത് പവർഫുള്ളാണല്ലേ. മൂന്നാമത്തെ പ്രഖ്യാപനം നമ്മളോട് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ ഭാവിയാകണമെന്നില്ല. പഴയ പരാജയങ്ങളുടെയും പരിമിതികളുടെയും ആ തടവറയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നലകളിലെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളാകണമെന്നില്ല. ഇനിയുള്ള 4 പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, അതൊരു ചക്രം പോലെയാണ്. എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥ വളർച്ചയ്ക്ക് ബോധപൂർവമായ ശ്രമം വേണം, നിരന്തരമായ തയ്യാറെടുപ്പ് വേണം, ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പഠനം എന്നിവ അത്യാവശ്യമാണ്. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ഭാഗ്യം എന്നു പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയല്ല. അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ കടന്നുപോകാറുണ്ട്. പക്ഷേ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്താത്തതുകൊണ്ട് അത് തിരിച്ചറിയാൻ പോലും പറ്റാറില്ല. കൃത്യമായ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ അവസരങ്ങളെ നമുക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് ഈ പ്രഖ്യാപനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോ പിരമിഡിന്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ ശക്തിയെ എങ്ങനെ കൃത്യമായ ലക്ഷ്യബോധമുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാമെന്ന് നോക്കാം, അല്ലേ? ഇത് നമ്മളിൽ പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്താ എനിക്ക് മാത്രം ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. പക്ഷേ അങ്ങനെ ചിന്തിക്കും തോറും ആ പ്രശ്നം വലുതായി വരും, നമ്മൾ നിസ്സഹായരായി പോകും. എന്നാൽ 7ാമത്തെ പ്രഖ്യാപനം നേരെ തിരിച്ചാണ്: പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയികളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നതും ഈയൊരു മനോഭാവമാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിനു പകരം അവർ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: ശരി, ഇനി എന്തു ചെയ്യണം? 8ാമത്തെ പ്രഖ്യാപനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിതാണ്: നമ്മുടെ ചെറിയ ദൈനംദിന പ്രവർത്തനങ്ങളെ ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും ഒരു പുതിയ അർത്ഥവും പ്രാധാന്യവും കൈവരുന്നു. ഇനി നമ്മൾ ആ പിരമിഡിന്റെ മുകളറ്റത്തേക്കെത്തുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതായത് നമ്മളെ ഇത്രയും നേരം പടുത്തുയർത്തിയ ഈ മനോഭാവത്തെ എങ്ങനെ എല്ലാ ദിവസവും നിലനിർത്താം, ശക്തിപ്പെടുത്താം എന്ന് നോക്കാം. 9ാമത്തെ പ്രഖ്യാപനം ഒരു കിടിലൻ കോമ്പിനേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്: നന്ദിയും അഭിലാഷവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വെറുതെ നന്ദി മാത്രം പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരുപക്ഷെ അലസരായി പോകും. അതേസമയം നന്ദിയില്ലാതെ ആഗ്രഹങ്ങൾ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു സംതൃപ്തിയും കിട്ടില്ല. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് വിജയം. നമ്മളെ അവസാനത്തേതും ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രഖ്യാപനത്തിലേക്ക് നയിക്കുന്ന ഒരു ഉദ്ധരണിയാണിത്. ഇത് വെറും പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിനെക്കുറിച്ചാണ്. അതായത് 10ാമത്തെ പ്രഖ്യാപനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. ഓരോ വെല്ലുവിളിയും നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ ആ വ്യക്തിയായി മാറാനുള്ള ഒരവസരമാണ്. അപ്പോ ഈ 10 പ്രഖ്യാപനങ്ങളും വെറുതെ 10 പോയിന്റുകളായി കാണരുത്. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ സിസ്റ്റമാണ്. ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തും. ഇവയെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും, അതുവഴി നിങ്ങളുടെ ജീവിതത്തെ തന്നെയും മാറ്റിമറിക്കാൻ പോകുന്നത്.
അതുകൊണ്ട് പോകുന്നതിനു മുൻപ് ഈയൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആരാകാനാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഓർക്കുക, തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഏറ്റവും മികച്ച ജീവിതത്തിലേക്കുള്ള യാത്ര നാളെ രാവിലെ തുടങ്ങാം.